എല്ലാവർക്കും നമസ്കാരം. കഥ പറയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിക്രമാദിത്യൻ കഥകൾ വളരെ പ്രസിദ്ധമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവുമായ കഥകളാണ് വിക്രമാദിത്യൻ കഥകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ കാലം മുമ്പ് തന്നെ എഴുതപ്പെട്ടതെന്ന് കരുതി വരുന്ന വിക്രമാദിത്യൻ കഥകൾ കാലദേശ ഭേദങ്ങളില്ലാതെ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും വളരെയധികം ലോകമെമ്പാടുമുള്ള ആൾക്കാരെ കഥാവായനക്കാരെ ആസ്വദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ വിക്രമാദിത്യൻ കഥകളിലൂടെ ഒന്ന് കടന്നുപോയി നോക്കാം. അതിനു മുമ്പ് വിക്രമാദിത്യൻ കഥകൾ എങ്ങനെയാണ് ഉത്ഭവിക്കപ്പെട്ടത്, എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത് എന്നുകൂടി നമുക്കൊന്നറിയാം. പണ്ട് വസിഷ്ഠ മഹർഷിയുടെ സർവാഭീഷ്ട ദായികയായി വളർത്തി വന്നിരുന്ന കാമധേനു എന്ന പശുവിനെ വിശ്വാമിത്ര മഹർഷി ബലപ്രയോഗത്തിലൂടെ അപഹരിച്ചു കൊണ്ടുപോയി. അക്കാലത്ത് വസിഷ്ഠ മഹർഷി ഒരു വലിയ യാഗം നടത്താൻ ഏർപ്പാട് ചെയ്തിരിക്കുകയായിരുന്നു. ആ യാഗ സമയത്ത് തൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി വന്നിരുന്ന കാമധേനു നഷ്ടപ്പെട്ട വിഷമത്തോടുകൂടി വസിഷ്ഠ മഹർഷി യാഗം മുന്നോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും യാഗകർമ്മങ്ങളുടെ ഫലമായിട്ടും ഒരു ദിവ്യ പുരുഷൻ ആ യാഗ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്തു. ആ ദിവ്യ പുരുഷന്റെ അസാമാന്യമായ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാമിത്രനെ തോൽപ്പിച്ച് കാമധേനുവിനെ വീണ്ടെടുത്ത് വസിഷ്ഠ മഹർഷിക്ക് തിരികെ കൊടുത്തു. അതിൽ സന്തുഷ്ടനായ വസിഷ്ഠ മഹർഷി ആ ദിവ്യപുരുഷനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാനുഭാവ, അങ്ങയുടെ ഈ സേവനം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഭാവിയിൽ അങ്ങ് ഒരു വലിയ മഹാനായ ചക്രവർത്തിയായി തീരും എന്ന് ഞാൻ ഇതിൽ സർവാത്മന അനുഗ്രഹിക്കുന്നു. അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ അനുഗ്രഹത്താൽ അഗ്നിവംശോത്ഭവന്മാർ എന്ന് പ്രസിദ്ധനായ വലിയ പണ്ഡിതനും പരമകാരുണികനുമായ ഭോജരാജകുമാരൻ അവതരിപ്പിക്കപ്പെട്ടു. പണ്ട് ഈ മാളവദേശവും അതിനടുത്തുള്ള പ്രദേശങ്ങളുമെല്ലാം ഭോജരാജാവിൻ്റെ ഭരണ സംവിധാനത്തിന് കീഴിലായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു പോയ ഭോജരാജകുമാരനെ വല്യച്ഛനായിരുന്ന മുഞ്ചരാജനാണ് വളർത്തി വന്നിരുന്നത്. വളരെ നല്ല നിലയിൽ തന്നെ ആ പ്രദേശങ്ങളെല്ലാം മാളവരാജ്യവും മറ്റുമൊക്കെ ഭരിച്ചിരുന്ന മുഞ്ചരാജൻ ഒരിക്കൽ വളരെ പണ്ഡിതനും കഴിവുള്ളവനുമായിരുന്ന ഒരു ജ്യോതിഷി കൊട്ടാരത്തിൽ വരുവാനിടയായി. മുഞ്ചരാജന്റെ കൊട്ടാരത്തിൽ വരുവാനിടയായി. ആ ജ്യോതിഷി മുഞ്ചരാജനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പ്രവചിച്ചത് കണ്ടപ്പോൾ സന്തുഷ്ടനായ മുഞ്ചരാജൻ തൻ്റെ അനിയന്റെ മകനായ ഭോജരാജനെ കൂടി രാജസന്നിധിയിൽ വിളിച്ചു വരുത്തുകയും കുമാരന്റെ കൂടി ജ്യോതിഷ പ്രവചനം നടത്തണം, ഭാവി പ്രവചിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് പ്രകാരം കുമാരനെ കണ്ട മാത്രയിൽ തന്നെ ജ്യോതിഷി അത്ഭുത പരതന്ത്രനായി മാറി. ഇത്രയും ദിവ്യ ശക്തിയും തേജസ്സുമുള്ള ഈ കുമാരൻ ഭാവിയിൽ ഒരു വലിയ പേരുകേട്ട ചക്രവർത്തിയായി തന്നെ തീരും എന്ന് പ്രവചിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ മുഞ്ചരാജന്റെ മനസ്സിൽ ആദ്യം പരിഭ്രമവും കോപവുമാണ് ഉണ്ടായത്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ജ്യോതിഷിക്ക് വേണ്ട ഉപഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. ജ്യോതിഷി പോയി കഴിഞ്ഞപ്പോൾ മുഞ്ചരാജന്റെ മനസ്സിൽ മറ്റൊരു ദുഷ്ടചിന്തയായിരുന്നു. ഈ ഭോജരാജകുമാരൻ നാളെ രാജാവും ചക്രവർത്തിയൊക്കെ ആയി കഴിഞ്ഞാൽ തൻ്റെ കുട്ടികളുടെ ഗതി എന്താവും? അവരനാഥരായി പോവില്ലേ? ഈ വിചാരം മനസ്സിൽ കൊണ്ട് നടക്കേണ്ടി വന്ന മുഞ്ചരാജൻ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു. തൻ്റെ വിശ്വസ്തനായ മന്ത്രിയെ വിളിച്ച് ഇപ്രകാരം ഏർപ്പാട് ചെയ്തു: മന്ത്രി, നമ്മുടെ രാജ്യം വലിയ ഒരു ഘോരമായ വിപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ രാജ്യത്തിന് വലിയ ഒരു പതനം സംഭവിക്കാം. പക്ഷേ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗവും തെളിഞ്ഞു വന്നിട്ടുണ്ട്.
നമ്മുടെ വനാതിർത്തിയിലുള്ള കാളി ക്ഷേത്രത്തിൽ ഒരു ബലി അർപ്പിക്കണം. അത് മറ്റാരുമല്ല, കൊട്ടാരത്തിൽ നിന്ന് തന്നെ വേണമാനും. അതുകൊണ്ട് മന്ത്രി ഒട്ടും സമയം കളയാതെ ഭോജരാജകുമാരനെയുമായി കാളി ക്ഷേത്രത്തിലേക്ക് പോവുക. അവിടെ വെച്ച് ഭോജരാജകുമാരനെ കാളിദേവിക്ക് ബലിയർപ്പിക്കുക. ഉടൻ തന്നെ വേണം, ഒട്ടും താമസിക്കരുത്. ഈ രാജകൽപ്പന മന്ത്രിക്ക് ഒരു ഇടുത്തി വീണ പോലെയായിരുന്നു. നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ഭോജരാജകുമാരനെ വധിക്കുകയോ, അത് ആലോചിച്ചിട്ടും മന്ത്രിക്ക് ഒട്ടും തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാജകൽപ്പനയാണ്, അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അനുസരിച്ചില്ലെങ്കിൽ സ്വന്തം തല ഇല്ലാണ്ടാവും. ഒരു നിവൃത്തിയില്ലാതെ മന്ത്രി വൈകുന്നേരം ഭോജരാജകുമാരനുമായി യാത്ര പുറപ്പെട്ടു. രാത്രിയോടുകൂടി വനാതിർത്തിയിലുള്ള കാളീക്ഷേത്രത്തിന് മുമ്പിലെത്തി. കാളി മാതാവിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മന്ത്രി ഭോജരാജകുമാരനോട് കാര്യങ്ങൾ വ്യക്തമാക്കി. അല്ലയോ കുമാര, ഞാനിപ്പോൾ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കുമാരനെ കാളിദേവിക്ക് ബലി കൊടുക്കണമെന്നാണ് രാജകൽപ്പന. ആ കൽപ്പന അനുസരിക്കാതിരുന്നാൽ എൻ്റെ ചിരച്ഛേദമായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ എനിക്കൊരിക്കലും കുമാരനെ വധിക്കാൻ കഴിയില്ല. കുമാരനെ കുമാരനെ വധിച്ചു എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ കാര്യവും കഷ്ടത്തിലാവും. ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. ഭോജരാജകുമാരൻ പറഞ്ഞു, മന്ത്രി അങ്ങൊട്ടും പരിഭ്രമിക്കണ്ട. രാജകൽപ്പന അനുസരിക്കാനുള്ളതാണ്. തീർച്ചയായും അങ്ങേക്ക് എന്നെ വധിക്കാം. പക്ഷെ മന്ത്രി സമ്മതിച്ചില്ല. മന്ത്രി പറഞ്ഞു, ഒരിക്കലും ഞാനിത് ചെയ്യില്ല. അങ്ങയോളം മിടുക്കനായിട്ടുള്ളൊരു രാജാവിനെ ഈ രാജ്യത്തിന് ഭാവിയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരു സൂത്രം പറയാം. ഒരു വാൾ ഉപയോഗിച്ച് കുമാരന്റെ ദേഹത്തിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്നും രക്തം ഒരു മരപ്പട്ടയിൽ, കുമാരന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന മരപ്പട്ടയിലാക്കി അത് എനിക്ക് തന്നു വിടുക. ഞാൻ കുമാരനെ കൊന്നുവെന്നും കുമാരന്റെ രക്തമാണ് ഈ മരപ്പട്ടയിലുള്ളതെന്നും രാജാവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊള്ളാം. കാലം ഒട്ടും കളയാതെ കുമാരൻ ഒരു രഹസ്യ സങ്കേതത്തിൽ താമസിക്കുക. അധികകാലം അങ്ങനെ കഴിയേണ്ടി വരില്ല. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു കാലം വരും. അന്നേരം കുമാരനെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. മന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭോജരാജകുമാരൻ അല്പം ഒന്ന് ആലോചിച്ചു, എന്ത് വേണം. പക്ഷേ അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കിയ കുമാരൻ അതിന് സമ്മതിച്ചു. മന്ത്രിയുടെ വാൾ മേടിച്ച് സ്വന്തം ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്നുള്ള രക്തം ഉപയോഗിച്ച് മരപ്പട്ടയിൽ ഒരു പദ്യം എഴുതി കൊടുത്തു. രക്തം കൊണ്ട് എഴുതിയ ആ പദ്യത്തിന് വരികളുടെ അർത്ഥം ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചും ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെ കുറിച്ചൊക്കെയാണ് ആ പദ്യത്തിന്റെ അർത്ഥം ഉണ്ടായിരുന്നത്. മന്ത്രി ആ മരപ്പട്ട കയ്യിൽ വാങ്ങി കുമാരനെ ഒരു രഹസ്യ സംഘത്തിൽ കാലങ്ങളോളം താമസിക്കാൻ വേണ്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. രക്തം പുരണ്ട ആ മരപ്പട്ട മുഞ്ചരാജാവിന് സമർപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ ഞാൻ ശിരസാ നിർവഹിച്ചിരിക്കുന്നു. കുമാരന്റെ ശിരസ് അറുത്തതിന് ശേഷമുള്ള രക്തം കൊണ്ടാണ് ഈ മരപ്പട്ടയിൽ എഴുതിയിരിക്കുന്നത്. രാജാവ് ആ മരപ്പട്ട എടുത്ത് വായിച്ചു നോക്കി. അതിലെ പദ്യത്തിന്റെ അർത്ഥം രാജാവിന്റെ മനസ്സിൽ വല്ലാതെ തറഞ്ഞു കയറി. ദിവസങ്ങൾ കഴിയുന്തോറും താൻ ചെയ്തൊരു പാപകർമ്മമാണെന്നും അതിന്റെ ഫലം വളരെ വലുതായിരിക്കുമെന്നും വലിയ വലിയ നരകത്തിൽ പോയി താൻ പതിക്കുമെന്നൊക്കെയുള്ള വിചാരം രാജാവിന്റെ മനസ്സിൽ വളർന്നു വരാൻ തുടങ്ങി. പൊതുവേ ഒരു പേടി തൊണ്ടനായിരുന്ന രാജാവിന് ഈ വിചാരങ്ങൾ മനസ്സിൽ കയറിയതോടുകൂടി ഭയം അധികരിച്ചു. അദ്ദേഹത്തിന് ഊണുമില്ല, ഉറക്കമില്ല, രാജ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലാതെ ആകെ പരവശനായ നിലയ്ക്കെത്തി. ക്ഷീണിതനായ രാജാവിനെ കണ്ടിട്ട് മന്ത്രി ചോദിച്ചു, അയ്യോ രാജൻ, അങ്ങേക്ക് എന്തു പറ്റി? എന്താണ് അങ്ങ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അങ്ങയുടെ വിഷമം കാണുമ്പോൾ എനിക്ക് അതിലേറെ സങ്കടമുണ്ട്, തുറന്നു പറയൂ. രാജൻ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, നാം ചെയ്തത് വലിയൊരു പാപമാണ്. ഈ രാജ്യത്തിന്റെ അനന്തരാവകാശി ആകേണ്ടിയിരുന്ന ഭോജരാജകുമാരനെ വധിക്കുന്നത് വഴി നാം ഘോരമായ പാപം ചെയ്തിരിക്കുന്നു. വലിയ നരകത്തിലെ തീയിൽ വെന്ത് മരിക്കാനായിരിക്കും എൻ്റെ വിധി. എനിക്കത് ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ ഇനി എന്താണ് ഈ പാപത്തിന് ഞാൻ എന്താണ് ഒരു പരിഹാരം ചെയ്യേണ്ടത്? മന്ത്രി വളരെ തന്മയത്വത്തോടുകൂടി രാജാവിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജൻ, എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ വീടിനടുത്ത്
ഒരു മഹാ പണ്ഡിതനായിട്ടുള്ള സന്യാസി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും സംഭാഷണവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെയധികം അറിവുള്ള ഒരാളാണെന്ന് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. ഏതായാലും മരിച്ചുപോയ രാജകുമാരനെ തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഏതായാലും അങ്ങേക്ക് മനസമാധാനം കിട്ടുന്നതിനും ഈ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും എന്താണ് പോംവഴി എന്ന് നമുക്ക് ആ സന്യാസി വര്യനോട് ചോദിച്ചു നോക്കാം. രാജാവിന് അത് കേട്ടപ്പോൾ സമാധാനമായി. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഉടനെ തന്നെ ആ സന്യാസി വര്യനെ നമ്മുടെ സമക്ഷത്തിൽ ഹാജരാക്കൂ. മന്ത്രി അത് കേൾക്കാത്ത താമസം നേരെ ഗ്രാമത്തിൽ പോയി ആ സന്യാസി വര്യനെയും കൂട്ടി വന്നു. വളരെ ഗൗരവമായ മുഖത്തോടുകൂടി സന്യാസി വര്യൻ രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് തന്റെ സങ്കടങ്ങളൊക്കെ സന്യാസിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സന്യാസി വര്യൻ രാജാവിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടതിനു ശേഷം ഗൗരവത്തോടെ അല്പനേരം മൗനത്തിലാണ്ടു. പിന്നീട് തന്റെ ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ പറഞ്ഞു, രാജൻ, അങ്ങയുടെ പ്രവൃത്തി വളരെയധികം ലജ്ജാകരമാണ്. എങ്കിലും അങ്ങ് അനുഭവിക്കുന്ന മനോവിഷമം എനിക്ക് മനസ്സിലാവും. അങ്ങയുടെ മനസ്സിനും ഈ രാജ്യത്തിനും ഏർപ്പെട്ടിരിക്കുന്ന പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ നമുക്കൊരു യാഗം നടത്താം. യാഗം നടത്തേണ്ട സ്ഥലവും തീയതിയും ഞാൻ അറിയിക്കാം. രാജാവിന് സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സന്യാസി വര്യൻ നിർദ്ദേശിച്ച സ്ഥലത്ത് യാഗം നടത്തുന്നതിനായി മന്ത്രിയും രാജാവും കൂടി എത്തിച്ചേർന്നു. ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു യാഗം നടത്തപ്പെട്ടു. ഈ യാഗം നടക്കുന്ന സമയത്ത് പ്രാർത്ഥനാനിരതനായിരുന്ന രാജാവ് ചുറ്റും നടക്കുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. യാഗത്തിന്റെ പരിസമാപ്തിയായ സമയത്ത് സന്യാസി വര്യൻ രാജാവിനെ വിളിച്ചു. മഹാരാജൻ, കണ്ണു തുറക്കൂ, മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കൂ. രാജാവ് കണ്ണു തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. അതാ നിൽക്കുന്നു ഭോജരാജകുമാരൻ. നേരത്തെ ഉണ്ടായിരുന്ന ഒളി സങ്കേതത്തിൽ നിന്ന് കുമാരനെ അങ്ങോട്ട് എത്തിച്ചത് മന്ത്രി തന്നെയാണ്. നമുക്ക് മനസ്സിലായി. രാജാവിന് സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ഭോജരാജകുമാരനെ ആശ്ലേഷിച്ചുകൊണ്ട് തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് കുമാരനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത്ര നേരം ഈ സന്യാസി ശ്രേഷ്ഠനായിരുന്നത് മറ്റാരുമല്ല, മന്ത്രിയുടെ പത്നി തന്നെയായിരുന്നു. മന്ത്രിയുടെ ഈ സാമർഥ്യം കാരണം ഭോജരാജകുമാരന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ഈ കുമാരനെ യുവരാജാവായി മുഞ്ചൻ വാഴിച്ചു. പലതവണ ഈ ഭോജരാജ്യത്തിന്റെ മുഞ്ചരാജാവിന്റെയും അഭിവൃദ്ധിയിൽ അസൂയ പൂണ്ട അയൽ രാജ്യ ത്രൈകലിംഗ രാജ്യത്തെ തൈലവൻ എന്ന രാജാവ് ഇടയ്ക്കിടയ്ക്ക് ഈ മാളവത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ യുവരാജാവായി നമ്മുടെ ഭോജരാജകുമാരൻ വന്നതോടുകൂടി രാജകുമാരന്റെ ആയുധ സാമർഥ്യത്തിലും ബുദ്ധിവൈഭവത്തിലും കാരണം എല്ലാ യുദ്ധങ്ങളിലും തൈലവൻ പരാജയപ്പെട്ടോടി. നാൾക്ക് നാൾ മാളവരാജ്യം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. തൈലവന്റെ അസൂയയും വളർന്നു. തൈലവൻ ഒരു സൂത്രം പ്രയോഗിച്ച് മുഞ്ചരാജനെ തടവിലാക്കി. അങ്ങനെ തടവിലാക്കി കിടന്നുകൊണ്ട് തന്നെ മുഞ്ചരാജൻ മരിക്കുകയും ചെയ്തു. മറ്റൊരു ദേശത്തായിരുന്ന നമ്മുടെ ഭോജരാജൻ തിരികെ എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ് കോപത്താൽ ഉടനെ തന്നെ കൂടുതൽ സൈന്യത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് കലിംഗ രാജ്യത്തിനെ ആക്രമിച്ചു. തൈലവനെ കീഴടക്കി വധിച്ചു കളഞ്ഞു. ആ ത്രൈകലിംഗ രാജ്യം കൂടി മാളവത്തിന്റെ സാമന്ത രാജ്യമാക്കി മാറ്റി. അങ്ങനെ ചുറ്റുമുള്ള രാജാക്കന്മാരെല്ലാം കീഴടക്കി അവരെല്ലാം സാമാന്തന്മാരാക്കി നമ്മുടെ ഭോജരാജകുമാരൻ ഒരു ചക്രവർത്തിയെ പോലെ തന്നെ വാഴാൻ തുടങ്ങി. വലിയ ഒരു രാജ്യത്തിന്റെ ഒരു ഭരണത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇനി എന്താ സംഭവിച്ചതെന്ന് നോക്കാം. എന്തു പറ്റി ഭോജരാജകുമാരൻ ഭോജരാജ ചക്രവർത്തിയാന് ശേഷം ശ്രമിക്കാം അടുത്ത ഭാഗത്തിൽ. നമസ്കാരം.